ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളാണെങ്കിൽ എന്നും മേടിക്കുന്ന പാലാണെങ്കിൽ തിളപ്പിച്ച് അതിൻ്റെ പാടയെടുത്ത് ഈ തട്ടത്തിൽ മാറ്റി വെക്കും. അതാണെങ്കിൽ അമ്മ എല്ലാ മാസവും ഇതുപോലെ എടുത്ത് നെയ്യാക്കാറുണ്ട്. ഞാൻ ഇന്ന് വിചാരിച്ച അതെന്നാ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. ഈ തട്ടത്തിലാണ് എന്നും പാൽപ്പാട ഇട്ട് വെക്കുന്നത്. അമ്മ അത് ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓൾറെഡി കുറച്ച് ജാറിൻ്റെ അകത്തെടുത്ത് ഇട്ടിട്ടുണ്ട്. അമ്മയെല്ലാം സെറ്റ് ചെയ്ത ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് അത് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. 2, 3, 4 വട്ടം അമ്മ അത് അടിച്ചു. അന്നേരം അത് ഈ പരുവമായി വന്നു. അതിപ്പോൾ അമ്മയൊന്ന് കറക്കി കാണിക്കും. നോക്കിക്കേ, ഈ പരുവമാവണം അടിക്കുമ്പോൾ. എന്നാൽ മാത്രമേ അത് വെണ്ണയാകൂ. ബാക്കി പാടയെല്ലാം ഇതേ രീതിയിൽ നമുക്ക് മൊത്തം അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത പാൽപ്പാട കുറച്ച് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റുക. തണുത്ത വെള്ളത്തിലോട്ട് മാറ്റുന്നത് അത് അലുത്ത് പോവാതിരിക്കാൻ. അതുപോലെ ഇച്ചിരിയും കൂടെ കട്ടിയായി, തണുത്ത വെള്ളത്തിലിടുമ്പോൾ അത് ഇച്ചിരിയും കൂടെ കട്ടിയായി നിൽക്കും. എന്നിട്ട് ഇത് 2-3 പ്രാവശ്യം നല്ല രീതിയിൽ കഴുകി മാറ്റി മാറ്റി ഇടുക. എന്നിട്ട് അത് ഉരുട്ടി ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം. അതിലോട്ട് നമ്മൾ ആ വെണ്ണ ഇട്ട് കൊടുക്കുക. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും വെണ്ണ ഉരുകി വരാൻ തുടങ്ങും. ഇപ്പോൾ തന്നെ അത് ഉരുകി. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറേ നേരം ഇത് കൈയെടുക്കാതെ ഇളക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. നല്ല രീതിയിൽ ഇളക്കണം. ഈ വൈറ്റ് കളർ പത പോലെ ഇരിക്കുന്നത് അതെല്ലാം മാറി നല്ല യെല്ലോ കളറാവും. അമ്മയാണെങ്കിൽ നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റീൽ പാത്രത്തിൽ വെള്ളം ചൂടാക്കുന്നത് നമ്മൾ അടിച്ചെടുത്ത ജാറ് നല്ല രീതിയിൽ കഴുകിയെടുക്കാനാണ്. അല്ലെങ്കിൽ ആ നെയ്യൊന്നും പോവില്ല. ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ല രീതിയിൽ പോകും. ഇപ്പോൾ നെയ്യാണെങ്കിൽ ഈ രീതിയിലായിട്ടുണ്ട്. നമ്മുടെ പതയെല്ലാം ഏകദേശം പോയി. ഇപ്പം ഒരു യെല്ലോ കളറിലോട്ട് മാറിയിരിക്കുന്നു. വേണ്ടേ, ഇപ്പോൾ ഏകദേശം നെയ്യുടെ പരുവമായി. ഇനിയും നല്ല രീതിയിൽ ഇളക്കണം. ഒരു ബ്രൗൺ കളർ ആകണം. ഈ നെയ്യിൽ പൊങ്ങിക്കിടക്കുന്ന ആ വൈറ്റ് കളർ എല്ലാം മാറി ഒരു ബ്രൗൺ കളറിലോട്ട് വന്നാൽ മാത്രമേ നെയ്യാകൂ. വേണ്ടേ, ഇതാണ് ഞാൻ പറഞ്ഞ ആ വൈറ്റ് കളർ. അതെല്ലാം നല്ല ബ്രൗൺ ആവണം. അത് ബ്രൗൺ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ നെയ്യ് റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ നെയ്യുടെ കളർ ഒരു ബ്രൗൺ കളറിലോട്ട് മാറിയിരിക്കുന്നു. നമുക്കിനി ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കാം. തണുത്ത ശേഷം നമുക്ക് കുപ്പിയിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ നെയ്യ് തണുത്ത്, ഈ കുപ്പിയിലുള്ളത് നേരത്തെ അതിലിരുന്നതാണ്, അതിലോട്ട് തന്നെ നമ്മൾ ബാക്കി നെയ്യും ഒഴിക്കുന്നു.